ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ജിയോഗ്രഫിയുടെ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതും ടൈം എങ്ങനെയാണെന്നുള്ളതും അങ്ങനെ കുറച്ച് എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം വരുന്നത് ടോട്ടൽ മാർക്ക് 40 മാർക്കിലാണ് നമുക്ക് എക്സാം വരുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി മാത്രമല്ല 40 മാർക്ക് വരുന്നത്. ഇത് താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രാക്ടിക്കലിന് വരുന്നത് നമുക്ക് 32 മാർക്കാണ്. പിന്നെ വൈവയ്ക്ക് 2 മാർക്ക് ഉണ്ട്. ഫീൽഡ് വിസിറ്റിന് റിപ്പോർട്ട് ഉണ്ടല്ലോ, അതിന് 2 മാർക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റെക്കോർഡ് ബുക്സിന് 4 മാർക്കും വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഇങ്ങനെയാണ് ടോട്ടൽ 40 മാർക്കിന് നമുക്ക് ടോട്ടലി വരുന്നത്. ഓക്കെ, 32 പ്രാക്ടിക്കൽ, വൈവ 2, ഫീൽഡ് വിസിറ്റ് 2 മാർക്ക്, റെക്കോർഡിന് 4 മാർക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്ക് ടോട്ടൽ 40 മാർക്കായിട്ട് മാറുന്നത്. ഇനി നമുക്ക് ടൈം ഇപ്പോൾ ഓരോ ബാച്ച് വൈസ് ആയിട്ടായിരിക്കുമല്ലോ പ്രാക്ടിക്കലിന് കയറ്റുക. അപ്പോൾ ടൈം കിട്ടുന്നത് 3 മണിക്കൂറാണ് കേട്ടോ. 3 hours ഡ്യൂറേഷനിലാണ് നമുക്ക് പ്രാക്ടിക്കൽ വരുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ 4 സെക്ഷൻസ് ആയിട്ടാണ് നമുക്കുള്ളത്. സെക്ഷൻ എ, ബി, സി, ഡി എന്നുള്ള രീതിയിൽ. പിന്നെ ആദ്യമേ ഞാൻ പറയാം, 4 സെക്ഷൻസിനകത്ത് നമുക്ക് അത്യാവശ്യം ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. അവർ നമ്പർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാമല്ലോ. സെക്ഷൻ എ എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൺ ദ സ്പോട്ട് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിനകത്ത് നിന്ന് നമുക്ക് തന്നിട്ടുള്ളതിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. 2 മാർക്കിൻ്റെതാണെന്ന് ഓർമ്മിച്ചോളണം. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു 6-7 ചോദ്യങ്ങളോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ള 4 ചോദ്യങ്ങൾ നമുക്ക് എഴുതിയാൽ മതി. 2 മാർക്ക് വീതമാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ സെക്ഷൻ എയിൽ നിന്ന് 8 മാർക്കാണ് വരിക. ഓക്കെ, ഇനി സെക്ഷൻ ബിക്കകത്ത് വരുന്നത് കാൽക്കുലേഷൻ ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ്. 4 അറ്റൻഡ് ചെയ്താൽ മതി. അതിലും നമുക്ക് ഒരു 5-6 ചോദ്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കതിൽ നിന്ന് ഇഷ്ടമുള്ളൊരു 4 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെയാണ് വരുന്നത്. 8 മാർക്കാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് ടോട്ടലി വരുന്നത്. സെക്ഷൻ സി എന്ന് പറയുമ്പോൾ ഡ്രോയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, മറ്റേ കോണ്ടൂർ വരയ്ക്കുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സോ ആ രീതിക്കാണ് ഡ്രോയിങ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ സിയിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക. 4 അറ്റൻഡ് ചെയ്താൽ മതി. 4 3 മാർക്കിൻ്റെ. ഓക്കെ, അങ്ങനെ മൊത്തം സെക്ഷൻ സിയിൽ നിന്ന് നമുക്ക് 12 മാർക്കാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇനി സെക്ഷൻ ഡിക്കകത്ത് കമ്പ്യൂട്ടർ എയ്ഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കൊരു 1 അറ്റൻഡ് ചെയ്താൽ മതി. 4 മാർക്കിൻ്റെതാണ് 4 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 1 അറ്റൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആണെങ്കിൽ ഒരു 3 ചോദ്യങ്ങൾ ഈ സെക്ഷൻ ഡിക്കകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള 1 അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള നിലയ്ക്കാണ് നമുക്കവിടെ സെക്ഷൻ ഡി വരുന്നത്. ക്ലിയർ ആണോ ഇത്? ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി 4 സെക്ഷൻസിൻ്റെ മാർക്ക് ടോട്ടലി വരുന്നതാണ് 32 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കലിന് വരുന്നത്. ഓക്കെ, ഇതിനോടൊപ്പം പ്ലസ് ആയിട്ടാണ് നമ്മുടെ വൈവയുടെ 2 മാർക്ക്, ഫീൽഡ് വിസിറ്റിന് 2 മാർക്കും, റെക്കോർഡിൻ്റെ 4 മാർക്കും വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, PYQസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.